രാമജന്മഭൂമിയിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ഭാഗമായി കേരളത്തിൽ മതപരമായ വിഭജനവും വിഭാഗീയതയും സൃഷ്ടിക്കാൻ CPM-ഉം കോൺഗ്രസും ആസൂത്രിതമായി ശ്രമിക്കുകയുണ്ടായി. രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തുമില്ലാത്ത രീതിയിൽ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിക്കാനാണ് CPM-ഉം കോൺഗ്രസും പരിശ്രമിച്ചത്. ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ ദേശീയ നേതൃത്വത്തെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് CPM-ൻ്റെ കേരള ഘടകമാണ്, കോൺഗ്രസിൻ്റെ കേരള ഘടകമാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ CPM-ഉം അവരെ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ വർഗീയ തീവ്രവാദ സംഘടനകളാണ്. കേരളത്തിലെ CPM-നും കോൺഗ്രസും പൂർണ്ണമായും കേരളത്തിലെ തീവ്രവാദ വർഗീയ സംഘടനകൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ തീവ്രവാദ സംഘടനകളെ, വർഗീയ സംഘടനകളെ പ്രീണിപ്പിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുകയാണ്. ഈ മത്സരത്തിൽ അരയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മതനിരപേക്ഷതയാണ്, സാമുദായിക സൗഹാർദ്ദമാണ്. മാത്രമല്ല, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം വഴി മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിൽ താലിബാനിസത്തെ വളവും നൽകി വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇത് അത്യന്തം ആപൽക്കരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.